ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായും അമിത്ഷാ ആഭ്യന്തര സഹകരണ മന്ത്രിയായും നിതിൻ ഗഡ്കരി ഗതാഗത മന്ത്രിയായും തുടരും. ജെ.പി. നഡ്ഡ ആരോഗ്യമന്ത്രി, ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷിമന്ത്രിയാവും. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായും എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും തുടരും. പീയൂഷ് ഗോയൽ വാണിജ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ തുടരും. അശ്വിനി വൈഷ്ണവിന് റെയിൽവേ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയങ്ങളുടെ ചുമതല. ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയ മന്ത്രിയാവും. ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രിയായി തുടരും. സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രാലയങ്ങളുടെ ചുമതല ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്. കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി. ഹർദീപ് സിംഗ് പുരിക്ക് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ ചുമതല. മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായിക യുവജനകാര്യ മന്ത്രിയാവും. പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യമന്ത്രി. വനിതാ ശിശുക്ഷേമ മന്ത്രാലയങ്ങളുടെ ചുമതല അന്നപൂർണ ദേവിക്ക്. സർബാനന്ദ സോനോവാൾ തുറമുഖ ഷിപ്പിംഗ് മന്ത്രി. എച്ച് ഡി കുമാരസ്വാമിക്ക് ഖനവ്യവസായ സ്റ്റീൽ മന്ത്രാലയങ്ങളുടെ ചുമതല. ജിതിൻ റാം മാഞ്ചി MSME മന്ത്രിയാവും. ചിരാഗ് പസ്വാന് ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിന്റെ ചുമതല. രാം മോഹൻ നായിഡു വ്യോമയാന മന്ത്രി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ ചുമതല നൽകി. ജോർജ് കുര്യൻ ഫിഷറീസ് ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രിയാവും. എൽ മുരുകൻ വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രിയായി തുടരും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രധാൻമന്ത്രി ആവാസ് യോജനയിലൂടെ 3 കോടി ഭവനങ്ങൾക്ക് നിർമ്മാണ സഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകുന്നത്. പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകളിൽ ശൌചാലയം, LPG കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ ഉണ്ടാകും. മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സംസ്ഥാന നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും റോജി M. ജോൺ അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകി. വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് വിജിലൻസ് ജുഡീഷ്യൽ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ തെറ്റായ വാദഗതിയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. പ്രാഥമിക ചർച്ച പോലും നടത്തിയിട്ടില്ലാത്ത വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തദ്ദേശ വാർഡ് വിഭജനം സംബന്ധിച്ച ബില്ലും നിയമസഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബിൽ സഭ പാസാക്കുകയായിരുന്നു. രാജ്യസഭയിൽ ഒഴിവുവരുന്ന LDFന്റെ 2 സീറ്റുകളിലേക്ക് CPI കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുന്നണികൾക്കായി വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയാണ് CPIM എന്നും അദ്ദേഹം പറഞ്ഞു. ഹാരിസ് ബീരാനാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിലാണ് തീരുമാനം. KMCC ദില്ലി ഘടകം പ്രസിഡന്റും സുപ്രീംകോടതി അഭിഭാഷകനുമാണ് ഹാരിസ് ബീരാൻ. സിക്കിം മുഖ്യമന്ത്രിയായി SKM നേതാവ് പ്രേം സിംഗ് തമാങ് സത്യപ്രതിജ്ഞ ചെയ്തു. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇത് 2ാം തവണയാണ് ശ്രീ തമാങ് സിക്കിമിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹത്തിനൊപ്പം 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രേം സിംഗ് തമാങ്ങിന് അഭിനന്ദനങ്ങൾ നേർന്നു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 203 പോയിന്റ് താഴ്ന്ന് 76,490ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 31 പോയിന്റ് നഷ്ടത്തിൽ 23,259ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 52,560 രൂപയും ഗ്രാമിന് 6,570 രൂപയുമാണ് ഇന്നത്തെ വില. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിലെ 4ഉം ഹിമാചൽ പ്രദേശിലെ 3ഉം ഉത്തരാഖണ്ഡിൽ 2ഉം ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ഇത്തവണ 6.75% നിരക്കിൽ പലിശ നൽകുമെന്ന് KCB അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.